മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് ആണ്. അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം യഥാർത്ഥ ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് കൂട്ടുകെട്ടുണ്ട്, മറ്റുള്ളവരുമായി എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവർ അവരുടെ കാര്യത്തിലൊക്കെ ബിസിയായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്സുമായിട്ട് അവർ ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞതല്ല, അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. കാരണം ഓണത്തിൻ്റേതൊക്കെ ആയിരിക്കാം. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് അവർ ഫ്രണ്ട്സിൽ ഇത് കണ്ടോ, അവർ ഭയങ്കര ഒരു സെലിബ്രേഷനൊക്കെ നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ഓണം സെലിബ്രേഷനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എങ്ങനെയായാലും അവർ ഇപ്പോൾ നിങ്ങൾ ഫീലിങ്സ് നോക്കുമ്പോഴും നമുക്ക് ഹെയർ ഓഫ് എനർജിയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നല്ലൊരു വ്യക്തിയാണ്. നിങ്ങളെ മുന്നോട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ലൈഫ് ലോങ് ഈ ഒരു ബന്ധം മുന്നോട്ട് നിങ്ങളുമായിട്ട് പോകാനാണ് ആ വ്യക്തിക്ക് താല്പര്യം. തീർച്ചയായിട്ടും 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആൾക്കൊരു കാരണം ആൾ ഹാപ്പിയാണ്. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങളാണ് ആ വ്യക്തിക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ ആൾ എപ്പോൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവർക്കൊരു കുറച്ചുകൂടി അവർ പോസിറ്റീവായിട്ടിരിക്കാൻ കാരണം നിങ്ങളാണെന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ എപ്പോഴാണോ ആളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ആ സമയം തൊട്ട് ആൾ ഹാപ്പിയാണ്. കാരണം എല്ലാം കൊണ്ടും ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ വേണം, നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആളെന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു മൈൻഡിലാണ് ഉള്ളത്. ചില നേരത്തെ ഈ വ്യക്തി സ്റ്റക്ക് ആവുന്നുണ്ട് അല്ലേ. ചില നേരത്തെ ആൾ എപ്പോഴും ഒരുപോലെ അല്ലെങ്കിലും ചില നേരത്ത് സ്റ്റക്ക് സിറ്റുവേഷനിലൊക്കെ ആകാറുണ്ട്. ചില നേരത്ത് ആൾ ഫോക്കസ് മാറ്റാറുണ്ട് ഇതിൽ നിന്നും. അപ്പം നിങ്ങൾ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ധൈര്യമാണ്, നിങ്ങൾ എന്നും ആളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില നേരത്ത് ആളുടെ ഫോക്കസ് മാറാറുണ്ട് എന്നും കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. ചില നേരത്ത് എല്ലാ ടൈമും ആളൊരുപോലെയല്ല. ചില സമയത്ത് ആൾക്ക് എന്തൊക്കെയോ സാഹചര്യവശാൽ ചില നേരത്തെ ആൾ സ്റ്റക്കായി കിടക്കും. നിങ്ങളെന്ത് സംസാരിച്ചാലും, ഇനിയിപ്പോൾ നിങ്ങളെങ്ങനെ അയാളോട് പെരുമാറിയാലും ആ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണമോ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണാം. നിങ്ങളെ തീരെ ശ്രദ്ധിക്കാത്ത രീതിയിലൊക്കെ ഫോക്കസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെയിലല്ല ഫോക്കസ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ എങ്കിലും അയാളുടെ ഉള്ളിൽ അയാൾ നിങ്ങളെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നത് മാത്രമാണ്. പക്ഷേ ഉള്ളിൽ ആ വ്യക്തി ഒരുപാട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എന്ത് പ്രതിസന്ധികൾ, ഇപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വഴക്കുണ്ടാകാം, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാം, അങ്ങനെ എന്ത് തന്നെ ഉണ്ടെങ്കിലും, സാഹചര്യവശാൽ എന്ത് തന്നെ അവസ്ഥ ആണെങ്കിലും, ഇനിയിപ്പോൾ എന്ത് പറയാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനെ എന്ത് തന്നെ ആയാലും ആ വ്യക്തിക്ക് നിങ്ങൾ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര നിരാശ എന്ന് പറയുന്നത് ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തിക്ക് സ്നേഹിക്കാൻ ഒരുപാട് പേരുള്ളതായിട്ട് കാണുന്നുണ്ട്. ആരൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇപ്പം സ്നേഹിക്കാൻ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സും ഒക്കെയുള്ള വ്യക്തിയാണ്. പക്ഷേ എപ്പം നിരാശയിലാണ് ആൾ. കാരണം നിങ്ങൾ ഒന്ന് പിണങ്ങിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് പിണങ്ങുന്ന ഒന്നും ഇഷ്ടമല്ല. ആൾക്ക് എന്തും ആകാം. നിങ്ങൾ പിണങ്ങാനോ നിങ്ങൾ മറ്റാരെങ്കിലും എന്നുവെച്ചാൽ ആൾക്ക് അപ്പോഴേക്കും ആൾക്ക് നിരാശ വരും. നിങ്ങളെ ആരെങ്കിലും നോക്കുന്നതോ അതൊന്നും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പെട്ടെന്ന് നിരാശയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്.
നിങ്ങൾ പിണങ്ങിയിരിക്കുന്നതൊന്നും തീരെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. എന്നാൽ ഇടയ്ക്ക് ഈ വ്യക്തിക്കാവാം. എന്താ വെച്ചാൽ വ്യക്തി ഇവിടെ നേരത്തെ കണ്ടില്ലേ, ആൾ ഫോക്കസ് മാറ്റും, ആൾ ചില സാഹചര്യത്തിൽ സ്റ്റക്കായി കിടക്കും. ആൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കാറുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് ശരിക്കും ബാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചില നേരത്തെ എന്ത് ചോദിച്ചാലും ആൾക്ക് അതിനൊന്നും ആൻസർ ഉണ്ടാവില്ല. എന്നാൽ നിങ്ങളൊന്ന് പിണങ്ങിയാലോ അത് ഭയങ്കര നിരാശയായിരിക്കും ആ വ്യക്തിക്ക്. അതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ് കേട്ടോ. കടുംപിടുത്തം, ഭയങ്കര ദേഷ്യമൊക്കെയുള്ള വ്യക്തിയാണിത്. പക്ഷേ ഈ വ്യക്തി എപ്പം നിങ്ങളും ഇപ്പോൾ ആൾക്ക് എന്താണ് ഇപ്പോൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ സ്ട്രെസ്സൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങളെ ഒരു വശത്ത് ആൾ എപ്പോഴും, കാരണം രണ്ട് ബാലൻസിലേക്ക് കൊണ്ടുവരാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ചില നേരത്ത് മൈൻഡ് സെറ്റാകാതിരിക്കും, ആളുടെ മൈൻഡ് തന്നെ ഒരു മാതിരി ആയിരിക്കും. എന്താ വെച്ചാൽ ചില നേരത്ത് ഒരു പിടുത്തം കിട്ടാത്തൊരവസ്ഥയ്ക്ക് കൂടിയൊക്കെ ആൾ പോകുന്നത്. ചില നേരത്ത് പറയുകയാണെങ്കിൽ ജോലി സാധ്യത വളരെ ബിസിനസ് പരമായ കാര്യത്തിലൊക്കെ ആയിരിക്കും ശ്രദ്ധ കൊടുക്കുന്നത്, ഫാമിലി പരമായ കാര്യത്തിലൊക്കെ ആയിരിക്കും ശ്രദ്ധ കൊടുക്കുന്നത്, ഫ്രണ്ട്സിൻ്റെ അങ്ങനെ പല പല ചിന്തയിലും ആൾ കടന്നു പോകുന്ന സമയത്ത് ഒരു വശത്ത് നിങ്ങളെയും കൂടി ആൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് നിങ്ങളെ കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കൂടി പരിഗണിച്ചില്ലെങ്കിൽ ഈ ഒരു ബന്ധം ചില നേരത്ത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ചില സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം വന്നിട്ടുണ്ടാകാം. ആൾ ഒരു തരത്തിലും നിങ്ങളെ വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്കോ അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ മനസ്സിലാക്കുന്നുണ്ട് ഇനി അങ്ങനെ വരാൻ പാടില്ല. ഇവിടെ കൂട്ടുകെട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ ആദ്യം കണ്ടതും അതേ തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ആൾ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. നിങ്ങളോട് സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമുണ്ട്. ചില നേരത്ത് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്നേഹത്തിനൊന്നും യാതൊരു കുറവില്ല. എംബ്രറാണ്, ഭയങ്കര എന്താ പറയുക, ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്. സമൂഹത്തിൽ ചില സാഹചര്യത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എന്താ വെച്ചാൽ ഫാമിലിയിലേക്ക് ഉത്തരവാദിത്വം കൂടിയ വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഈ വ്യക്തിക്ക് കൂടുതലായിട്ടും ചില നേരത്ത് അങ്ങനെയാണ് ആൾ. എന്താ വെച്ചാൽ ഉത്തരവാദിത്വം കൂടിയതുകൊണ്ടും ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ ഒരിക്കലും അത് അല്ല, ആ സ്നേഹം കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ വ്യക്തി. ഒരിക്കലും ആൾക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. പക്ഷെ ആൾക്ക് ചില നേരത്ത് ഇങ്ങനെ ബാധ്യതയൊക്കെ കൂടുന്ന സമയത്ത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെതായിരിക്കാം, ചില നേരത്ത് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യം അങ്ങനെയൊക്കെ കൊണ്ട് മാറ്റി നിർത്തുകയാണ് നിങ്ങളെ. ഏസ് ഓഫ് ഷോട്ട്സ് ആണ്. തീർച്ചയായിട്ടും ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട് ആൾ കേട്ടോ. നിങ്ങളിപ്പോൾ എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഉള്ളവരായിരിക്കാം, അതുപോലെ ലവേഴ്സ് ആയിരിക്കാം, കപ്പിൾസ് ആയിരിക്കാം, അതേപോലെ നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. എങ്ങനെയായാലും ശരി ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാകും. 4 ഓഫ് വാൺസ് ആണ്. തീർച്ചയായിട്ടും ഒരു വിവാഹമൊക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ കേട്ടോ. മാരേജ് അതിനൊക്കെ ആളിപ്പോഴേ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിലൊക്കെ 6 ഓഫ് ഷോട്ട്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം നോ കോണ്ടാക്റ്റ് ഉള്ളവരുണ്ടാവും, ലെസ് കോണ്ടാക്റ്റ് ഉള്ളവരുണ്ടാവും, അതുപോലെ തന്നെ എപ്പം കോണ്ടാക്റ്റിലുള്ളവരായാലും ശരി ഈ വ്യക്തിയുടെ മനസ്സെപ്പം നിങ്ങളിൽ തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ തന്നെ മടങ്ങി വരണം എന്നുള്ള ചിന്തയാണ്, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഈ വ്യക്തി. ക്യൂൻ ഓഫ് വാൺസ്, ഒരു പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ, ഒരു പുതിയൊരു തുടക്കം ഒക്കെ വേണം. കാരണം ഈ വ്യക്തിക്ക് എന്നും നിങ്ങൾ കൂടെ ഉണ്ടാവണം. അതുപോലെ ചില സാഹചര്യത്തിൽ 10% പേർക്ക് ഇതൊരു കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളതല്ല, കുറച്ച് ശതമാനം പേർക്ക്. എങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്നും നിങ്ങളുടെ കൂടെ ജീവിക്കണം. കാരണം നിങ്ങളാണ് അവരുടെ എല്ലാം. നിങ്ങൾ ഉള്ളപ്പോഴാണ് ആ വ്യക്തി ജീവിതത്തിൽ, ഇവിടെ കണ്ടോ 9 ഓഫ് കപ്സിൻ്റെ എനർജി, സന്തോഷം ഉണ്ടാകുന്നപ്പോഴാണ് നിങ്ങൾ ഉണ്ടാകുമ്പോൾ. നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് ആ വ്യക്തിക്ക് ചില നേരത്ത് അഹങ്കരിക്കുക പോലും ചെയ്യുന്നത്. അത് നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ്. കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ അഹങ്കാരം ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. ലെറ്റർ ഇ ആണ് വന്നിരിക്കുന്നത്. കോട്ടയം, ജനുവരി മാസം, കൊല്ലം. റിയൂണിയൻ എന്ന് കിട്ടിയിട്ടുണ്ട്. റിയൂണിയൻ ഉണ്ടാകും ഉത്രട്ടാതി.
ഉത്രാടം, ലെറ്റർ കെ, ലെറ്റർ പി ആണ് ഓഗസ്റ്റ് മാസം, ഒക്ടോബർ, ലോയർ ആയിരിക്കാം, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ലെറ്റർ എം, തിരുവനന്തപുരം, സ്റ്റുഡൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ഡാൻസ് അറിയുന്നവരായിരിക്കാം. റെഡ് കളർ, കോഴിക്കോട്, തൃക്കേട്ട, മാരേജ് നടക്കും എന്ന് കാണുന്നുണ്ട്. ലെറ്റർ ജി ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ എച്ച് വന്നിട്ടുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രം, അനിഴം നക്ഷത്രം, പൂയം നക്ഷത്രം, 22. ഗ്രീൻ കളർ, ഡബ്ല്യു എന്ന് എഴുതിയിട്ടുണ്ട്. 47, 40, 16, 26 ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്